ഹല്ലേലൂയ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ ദിവസത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവമഹത്വം കാണുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചില ദിവസങ്ങളായി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് എന്ന ബലത്തിനായി സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് വായിക്കാൻ പോകുന്നതെന്നാൽ പരിശുദ്ധാത്മാവ് അതിൽ കൂടെ നമ്മളോട് ഇടപെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സകലവും ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നമ്മളെപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യുന്ന വാക്യമാണ് ആദ്യം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഇനി അടുത്ത് പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ജീസസ്. അത് ഒരു കണ്ണും കണ്ടിട്ടുള്ളതല്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മനുഷ്യർക്ക് തോന്നിയാൽ നമുക്കറിയാം, ആ രാജാവ് ബഹുമാനിക്കുവാൻ ഇച്ഛിക്കുന്നവന് എന്തെല്ലാം കൊടുക്കാമെന്ന് രാജാവ് ഹാമാനോട് ചോദിച്ചപ്പോൾ ഹാമാൻ ഇതെല്ലാം തനിക്ക് കിട്ടും എന്നുള്ള ചിന്തയിൽ ഒരു ലിസ്റ്റ് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഹാമാന്റെ പദവിക്കൊത്താണ് ഹാമാൻ അത് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ ഹാമാന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായി രാജാവ് പറഞ്ഞു, അഹശ്വേരോശ് രാജാവ് പറഞ്ഞു, പടിവാതിക്കൽ ഇരിക്കുന്ന മൊർദെഖായിയെ വിളിച്ചിട്ട് നീ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കരുത്, പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തു ജീസസ്. എന്നിട്ട് നീ തന്നെ ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് തെരുവീതിയിൽ കൂടെ നടക്കണം. ഹല്ലേലൂയ. അപ്പം ഹാമാന്റെ ചിന്തയിൽ ആലോചനയിൽ വന്ന രാജാവ് ബഹുമാനിച്ചാൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റും, അതാണ് ഹാമാൻ പറഞ്ഞത്. പക്ഷേ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത രീതിയിലാണ് ജീസസ്. ആർക്കും തോന്നാത്തില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് യഹോവയാൽ അല്ലെങ്കിൽ യേശുവിനാൽ സംഭവിച്ചു എന്ന് മാത്രം പറയത്തക്കവണ്ണം ആരുടെയും ബുദ്ധിയിൽ വരാത്തതാണ് ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. അപ്പം ദൈവം കരുതിയിട്ടുള്ള ആ ഏറ്റവും ശ്രേഷ്ഠമായത് ജീസസ്. ഹല്ലേലൂയ.
അത് ഒരു കണ്ണ്, നമ്മുടെ ലോകപ്രകാരമുള്ള ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്. സ്തോത്രം. സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, സ്വർഗത്തിലുള്ള പലതും ആലേലിയ നമ്മുടെ കണ്ണിന് ഈ ഭൂമിയിൽ കാണാൻ കിട്ടാത്തതാണ്. ചെറിയ കാര്യം പറഞ്ഞാൽ പർദീസായുള്ള മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടോണ്ടാ പറയുന്നത്. മനോഹരമായ പൂന്തോട്ടങ്ങൾ, ഹല്ലേലൂയ. അതൊന്നും നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന ടൈപ്പല്ല. അത്ര മനോഹരമായ പൂക്കളാണ് ജീസസ്. അപ്പം അങ്ങ് നിസ്സാരമായ പൂന്തോട്ടം അങ്ങനെയാണെങ്കിൽ അതിലെത്രയോ മനോഹരമായതും ശ്രേഷ്ഠമായതുമാണ് അവിടെ ഉള്ളത്. സ്തോത്രം. അപ്പൊ തന്നെ ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഭൂമിയിലും അതുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയെങ്കിലേ അത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് വിഷയം. നമ്മൾ ആ ദൈവം യേശു ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിയാൽ ജീസസ് അത് നമുക്ക് കിട്ടും. ജീസസ്. ഹല്ലേലൂയ. അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, സങ്കീർത്തനം 91 ഒടുവിലത്തെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ, അവൻ എൻ്റെ നാമത്തെ അറിയാൽ അല്ലേ. അപ്പോ അവിടെ സർവശക്തനായ ദൈവം പറയുന്നൊരു കാര്യം, ആര് കർത്താവിനോട് പറ്റിയിരിക്കുകയും കർത്താവിൻ്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിയുകയും ചെയ്താൽ ഞാൻ അവനെ. അവ ഈ ദൈവത്തിന്റെ നാമത്തെ അറിയുന്ന ജീസസ്, അത് ചെറിയ കാര്യം. നമുക്ക് വാചകം പറയുമ്പോൾ അങ്ങ് വായിച്ചു വിടാം, പക്ഷെ അതൊരത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അധ്യായം മറന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവത്തിന്റെ നാമം അവന്റെ നെറ്റിമേൽ ഉണ്ട്. സ്തോത്രം. അപ്പം ആ ദൈവത്തിന്റെ നാമം, വാസ്തവത്തിൽ ആ നാമത്തിന്റെ മഹത്വം ഇത് കിട്ടുന്ന വ്യക്തിക്ക് അറിയത്തുള്ളൂ, മറ്റാർക്കും അത് അറിയത്തില്ല. ജീസസ്. ഹല്ലേലൂയ. അതാ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാനവനെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ നാമം, ഹല്ലേലൂയ. അപ്പൊ ഈ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. ജീസസ്. പോകട്ടെ, സ്വർഗത്തിലെ കാര്യം അങ്ങനെ പറഞ്ഞാല് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വരത്തില്ല. പക്ഷെ നമുക്ക് ഭൂമിയിൽ വസിക്കുന്ന കാലത്ത് ജീസസ്, ഹല്ലേലൂയ, ആ യേശുവിനെ എത്രത്തോളം ആഴത്തിൽ അറിയാൻ കഴിയുമോ അത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ ദൈവത്തിൽ നിന്നുള്ള ഉയർച്ച പ്രാപിക്കും. ഇതിനൊരു മറുവശം ജീസസ്. ഹല്ലേലൂയ. അത് ആത്മീയവശമാണ്. അപ്പൊ തന്നെ റോമാലേഖനം 8 ആത്മീയവശത്തിലേക്ക് നമുക്ക് പോകാം. റോമാലേഖനം 8 അധ്യായത്തിലേക്ക് വന്നേ നമ്മൾ വായിച്ച 28 അധ്യായം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്തോത്രം. നോക്കിക്കേ, അവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അപ്പുറത്ത് നമ്മൾ വായിച്ചപ്പോൾ ഇവിടെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ. പ്രീ ഡെസ്റ്റിൻഡ് പീപ്പിൾ, അല്ലെങ്കിൽ മുൻ നിയമിക്കപ്പെട്ടവർ. ഇനി യേശു പറഞ്ഞ പോലെ നോക്കിയാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ. അനേകരെ വിളിച്ചു, പക്ഷെ അതിനകത്തുനിന്ന് ഒരു കൂട്ടത്തെ തിരഞ്ഞെടുത്തുള്ളൂ. അതിൽ വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പൊ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരാരെന്ന് പറഞ്ഞേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ടവര് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. അന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ
ലോകസ്ഥാപനത്തിനു മുൻപേ യേശുവിൽ കൂടെ പിതാവ് കണ്ട വ്യക്തികളാണ് മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടത്. ജീസസ് ഇവര് എന്നാന്ന് പറഞ്ഞേ? സകലും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തായാലും അതെല്ലാം എന്തിനാണ്? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജീസസ് ആരെ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും ദൈവം തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ മുൻ നിർണയപ്രകാരം യേശു തെരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ എത്ര കഠിനമേറിയതായാലും, എത്ര വേദന ഉളവാക്കുന്നതായാലും, എത്ര ഞെരുക്കം കൊണ്ടുവരുന്നതായാലും അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കഠിനമേറിയ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഞങ്ങളെയൊക്കെ ഇങ്ങനെ കർത്താവ് കണ്ടതുകൊണ്ടാണ് ആ അനുഭവങ്ങളിൽ ഒന്നും പതറിപ്പോകാതെ കർത്താവ് നിർത്തി. ഞങ്ങൾ നിന്നതല്ല, കർത്താവ് നിർത്തിയത്. ജീസസ് കഠിനമേറിയ അനുഭവങ്ങൾ. ജീസസ് ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ എവിടെയാന്ന് പറഞ്ഞേ? സകലവും അവരുടെ ജീവിതത്തിൽ വരുന്ന സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നിട്ട് അടുത്ത് നോക്കിയേ, യേശു മുന്നറിഞ്ഞവരെ അല്ലെ പിതാവ് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട രൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചുവിരിക്കുന്നു. കണ്ടോ? അപ്പം ഹല്ലേലൂയ അവിടെ പറഞ്ഞു നോക്കി, ആ മേളിൽ പറഞ്ഞ വാഗ്ദത്തത്തോട് ചേർന്ന് വരുന്ന കാര്യം പറഞ്ഞു വിശദീകരിച്ച് പറയുന്നത്. എന്നെ പറയുന്നു, ഹല്ലേലൂയ പിതാവ് മുന്നറിഞ്ഞവരെ അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ടവരെ എന്ത് ചെയ്യുന്നു? തന്റെ ഹല്ലേലൂയ പുത്രനാകുന്ന യേശു അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് ആ യേശുവിന്റെ ശരീരത്തോട് അല്ലെങ്കിൽ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്ത് ചെയ്തു? മുൻനിയമിച്ചുമിരിക്കുന്നു. അല്ലെങ്കിൽ യേശു പുനരുത്ഥാനം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ടതുപോലെ ഇവരും തേജസ്കരിക്കപ്പെടും. നിങ്ങൾക്ക് എത്ര പേർക്ക് പറഞ്ഞാൽ ദഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ആത്മാവ് ആത്മതലത്തിൽ നിന്ന് ആരേലി നല്ല ശുഭ്രവസ്ത്രം ധരിച്ച് ആരേലിയ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഞാൻ കണ്ടു. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അപ്പോ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു പുനരുത്ഥാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ട് ഹല്ലേലൂയ എടുക്കപ്പെട്ടതുപോലെ ജീസസ് പിതാവ് മുൻനിയമിച്ചവർ എന്താവുന്ന പറഞ്ഞേ? അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് യേശുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപരാകുവാൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മുൻനിയമിച്ചിരിക്കുന്നു. അതാ 2 കൊരിന്ത്യർ 3:16, 17, 18 നമ്മൾ വായിക്കുന്നത്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമ? യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ മുൻ നിയമിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ വന്ന് കയറുന്ന വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു വിചാരിക്കണ്ട. അവൻ വിഷയങ്ങൾ ഇടും. പക്ഷേ ആ വിഷയങ്ങളൊന്നും ഹല്ലേലൂയ എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തകർത്ത് കളയത്തില്ല. കുറച്ചു നിന്നാൽ ഇവിടെ അതാ പറഞ്ഞത്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം നിത്യതയാണേ.
മറക്കരുത്, ഇവിടുത്തെ ബംഗ്ലാവോ വില കൂടിയ വാഹനമോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം തരുന്നവര് മേടിച്ചോളുക, ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകില്ല. അതാ വേറൊരു കാര്യം, വലിയ കാര്യം അതാ. നമ്മളിതൊന്നും കൊണ്ടുപോകത്തില്ല. ജീവിച്ചിരിക്കുന്നവർ അത് അനുഭവിക്കും. സ്വന്തം എന്തൊക്കെ സമ്പാദിച്ചാലും എന്തെല്ലാം ബാങ്ക് ബാലൻസ് കൂട്ടി വെച്ചാലും ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. ഇറങ്ങിയോടെ പോകണം. എന്നാൽ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവനാമത്തിൽ ചെയ്തത് നമ്മുടെ കൂടെ പോരും. ജീസസ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ മുൻ നിയമിച്ചവർക്ക് വേണ്ടി പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വമേറിയ അനുഭവം, ജീസസ്, ഹല്ലേലൂയ. ആ മഹത്വമേറിയ അനുഭവമാണ് നമ്മൾ രണ്ടാമത് വായിച്ചത്. ഇനി അതിനെക്കുറിച്ച് പിന്നെ ഒന്നുകൂടെ പറയാണ്. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഭരിക്കുന്നു. അതാ നമ്മൾ രണ്ടുപേരുടെ വാക്യം ഞാൻ പറഞ്ഞത്. മോശയുടെ മുഖം പ്രകാശിച്ചപ്പോൾ ജനത്തിന് കാണാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് ഇത് പ്രയാസം. വളരെ മോശ എന്ത് ചെയ്തു? ഒരു മൂടുപടം എടുത്ത് തലയെ കൂടെ ഇട്ട് മൂടി. ജീസസ് കൂടാരത്തിലേക്ക് കയറുമ്പോൾ മൂടുപടം മാറ്റി തേജസ്സിന്റെ ഉടമസ്ഥനുമായി സംസാരിക്കും. പുറത്ത് വരുമ്പോൾ മൂടുപടം ഇടും. ജനത്തിന് ഇത് കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞേ, ആ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വരിക്കുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപേ ഈ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ അടിമത്തത്തിലാകുമെന്നും അവരെ മോശ ഹല്ലേലൂയ സമയമാകുമ്പോൾ തന്റെ നേതൃത്വത്തിൽ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുമെന്നും ഹല്ലേലൂയ പിതാവിന്റെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നത് കൊണ്ട് ജീസസ് എന്ത് ചെയ്തു? ഹല്ലേലൂയ മോശയുടെ മേൽ ആ തേജസ് വെളിപ്പെട്ടിട്ട് പറയും, നോക്കിക്കേ, നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വരിക്കുന്നു. അത് പഴയ നിയമത്തിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ സംഭവിക്കും. ഉദാഹരണം, മറുരൂപമലയിൽ യേശു തന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി കാണിച്ചു. ഹല്ലേലൂയ. നാമത്തെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ അവരും അകത്തു വരുന്ന യേശുവിന്റെ സാന്നിധ്യം അത് ശക്തമാകും തോറും അവരിൽ നിന്ന് യേശുവിന്റെ തേജസ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ജീസസ്. പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അവരുടെ മേൽ ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം 4 വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ധ്യാനം ആസ്വദിക്കുകയും ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പിന്മാറിപ്പോയതിനെ മടക്കിക്കൊണ്ടുവരുന്ന പ്രയാസമാണെന്നായി പറയുന്നത്. എന്നാൽ അതിനകത്ത് കിടക്കുന്ന ഒരു വാക്കുണ്ട്. ഏതാണ്? ഒരു വാക്കല്ല, ആലേലിയ 3 വാക്കുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ഹല്ലേലൂയ. പോയിന്റ്സ് ഓഫ് ദ ഏജ്. ഹല്ലേലൂയ. വരുവാനുള്ള ലോകത്തിലേക്ക് വരുവാനുള്ള ശക്തി, ജീസസ്. ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് അതിന്റെ ഒരല്പം ആസ്വദിച്ചെന്നായി പറയുന്നത്. വരുവാനുള്ള ശക്തി ആസ്വദിച്ചില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ
സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ വരാൻ പോകുന്ന ആ പവറിന്റെ ഒരൽപ്പം അതൊന്ന് ആസ്വദിച്ചവരാ. സ്വത്രം. അപ്പം വരാൻ പോകുന്ന ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ പകർച്ചയെ കുറിച്ചാണ് പറയുന്നത്. ജീസസ്. ഈ ഒരൊറ്റ വാക്കേ ഉള്ളു, വേറെ ഒന്നും ഇതിനെ കുറിച്ച് പറയുന്നില്ല. ജീസസ്. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ, വരാൻ പോകുന്ന അല്ലെങ്കിൽ വെളിപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ 7 ആത്മാക്കളുടെ പകർച്ച വെളിപ്പെടുമ്പോൾ നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ പ്രവൃത്തി വെളിപ്പെടും. ശക്തമേറിയ പ്രവൃത്തി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന പവർ ലൈൻ, ജീസസ്, ഭയങ്കര പവറുള്ള ലൈനാ വരുന്നത്. സ്റ്റേഷനുകളിലേക്ക് വരുന്ന പവർ ലൈൻ, ആ ഒരു പവർ ലൈൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കണം. നമുക്കറിയാം, ഇത്ര മീറ്റർ അകലത്തിൽ നിന്നില്ലെങ്കിൽ അത് ആകർഷിച്ചെടുത്ത് കത്തിച്ചു കളയും. അത്ര പവറാണതിന്. നിസ്സാരം. 11 kV ലൈനിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പത്രത്തിൽ കണ്ട കാര്യമാണ്. 11 kV ലൈനിൽ പാന വരയ്ക്കുമ്പോൾ, ചക്ക വരയ്ക്കുമ്പോൾ ഇരുമ്പ് തോട്ടി മുട്ടി താഴെ നാൾ കരിഞ്ഞുപോയി. ഇപ്പൊ 11 kV ലൈൻ അത്രയും പവർ ഉണ്ടെങ്കിൽ ഇടുക്കി പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ലൈൻ എത്ര പവർ ഉണ്ടായിരിക്കും? 220 kV കൂടുതലായിരിക്കും മിക്കവാറും. ജീസസ്. ഹല്ലേലൂയ. അപ്പോ അങ്ങനെ ഒരു പവർ ലൈൻ, ഞാൻ ഈ വചനം പറയുമ്പോൾ അങ്ങനെ ഒരു പവർ ലൈൻ താഴ്ന്നു വരുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുവാനിടയായി. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം പറഞ്ഞു, ഹാമാൻ പറഞ്ഞതുപോലെ ഒരു ലിസ്റ്റ് പറഞ്ഞു. തന്റെ ഹൃദയത്തിൽ തോന്നിയതാ പറഞ്ഞത്. പക്ഷെ ദൈവം ഒരുക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നുന്നതല്ല, അതിശ്രേഷ്ഠമായത്. ജീസസ്. നിന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, വരാൻ പോകുന്ന നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ അതിശക്തമേറിയ പകർച്ച, അത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഒരു ചെവിയിൽ ഇന്നടത്ത് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആ മനുഷ്യന്റെ ചെവിയിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തതായിരിക്കും വെളിപ്പെടുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കാലിലുള്ള ആ തള്ളവരലിന്റെ ഇടയിലേക്ക് ഒരു തീ വന്നിറങ്ങുകയാണ്. തള്ളവരലിന്റെ ഇടയിലേക്ക് ഒരു തീ വന്നിറങ്ങുകയാണ്. ജീസസ്. ആ വ്യക്തി ശ്രദ്ധിച്ചു കേട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളെ സബ്മിറ്റ് ചെയ്തോ സമർപ്പിച്ചോ നിങ്ങളെ തീ പിടിച്ചോടിക്കുന്നത് പോലെ, ശരീരത്തിന് തീ പിടിച്ച് പൊള്ളിയാൽ ആ വ്യക്തി എങ്ങനെ ഓടും അതുപോലെ നിങ്ങൾ ഓടിക്കാൻ പോവുക. നമ്മൾ സർവ്വായുധത്തെ കുറിച്ച് പറയുമ്പോൾ സമാധാനത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കി ഓടണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ടായോ? അവരേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവം നിങ്ങളെ ഓടിക്കാൻ പോവുകയാണ്. തുടർന്ന് എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ നമ്പറുണ്ട്, വിളിച്ചാൽ മതി. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ റോമാലേഖനത്തിൽ പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്താക്കി തീർക്കും? നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രതികൂലങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, ഭാരങ്ങളുണ്ടോ, സ്വസ്ഥത വരുന്നൊരു സമയമുണ്ട് മുന്നിൽ.
ജീസസ്. പക്ഷേ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചേ, പ്രാപിക്കാൻ എന്താ? വെളിപ്പെടാൻ പോകുന്ന വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ഒന്ന് ആസ്വദിക്കുവാൻ, വരുവാനുള്ള ലോകത്തിന്റെ വെളിപ്പെടാൻ പോകുന്ന ആത്മതലത്തിന്റെ ശക്തിയെ ഒന്ന് ആസ്വദിക്കാൻ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത നിലയിൽ, ഹല്ലേലൂയ, ചെവിയിൽ കേൾക്കാത്ത നിലയിൽ, ഹൃദയത്തിൽ തോന്നാത്ത നിലയിൽ അതിശക്തമേറിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോയി. നമുക്കത് ആദ്യ നൂറ്റാണ്ടിൽ ഫിലിപ്പോസിനെ സ്നാനശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എടുത്തോണ്ട് പോയി ജീസസ്. നമ്മള് അങ്ങനെ കൊണ്ടുപോയ കാര്യങ്ങൾ അനവധി പുസ്തകത്തിൽ കേട്ടില്ല, പഴയ നിയമത്തിലും ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്ന് ഈ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും അനവധി സംഭവങ്ങൾ നടന്നു ജീസസ്, അനവധി സംഭവങ്ങൾ. അപ്പൊ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് ഇന്നുവരെ മനുഷ്യന്റെ ചെവിയിൽ കേൾക്കാത്തത് വെളിപ്പെടാൻ പോവുക. ദൈവത്തിന്റെ 7 ആത്മാക്കളെ അയക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ സ്വർഗത്തിൽ റെഡിയായി നിൽക്കുകയാ. ദൈവജനം ഒരുങ്ങാത്തത് കൊണ്ടാണ് ആ പകർച്ച നടക്കാത്തത്. ദൈവജനം എപ്പോൾ ഒരുങ്ങിയെന്ന് ഹല്ലേലൂയ സ്വർഗത്തിൽ റിപ്പോർട്ട് കിട്ടുമോ അപ്പോൾ ഹല്ലേലൂയ പിതാവ് ഈ ആത്മാക്കളെ ഇങ്ങോട്ട് അയക്കും ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുവരേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. വിളിയും തെരഞ്ഞെടുപ്പും പത്രോസിലേക്ക് നമ്മൾ വായിക്കുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്ത് വേണം? വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. കർത്താവിന്റെ ഇഷ്ടം ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം, പ്രാർത്ഥിക്കണം, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം ജീസസ്. വെറുതെ തിന്നാനും കുടിക്കാനും എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടി അല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ ജീസസ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് തിരഞ്ഞെടുത്തവരെ ഹല്ലേലൂയ വെറുതെ വിടാനല്ല കർത്താവ് തിരഞ്ഞെടുത്തത്. ഞാൻ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചിന്തിച്ചൊരു കാര്യം, അബ്രഹാം ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ദൈവം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമിനോട് പറയാതെ ഞാൻ വല്ലതും ചെയ്യുമോ ജീസസ്. ഹല്ലേലൂയ. നോക്കിക്കേ, അബ്രഹാമിന്റെ ജീവിതത്തിലും പാളിച്ചകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു. പക്ഷേ ചെന്നപ്പോൾ അബ്രഹാം വിശ്വസ്തനായിരുന്നു, ദൈവത്തോട് നീതി പുലർത്തി. എവിടെ ചെന്നാൽ അവിടെ യാഗപീഠം ആരാധന നടത്തും. സ്വന്തം മകനെ പോലും യാഗമർപ്പിക്കുവാൻ മടി കാണിക്കാത്ത തലത്തിൽ ദൈവവുമായി ഹല്ലേലൂയ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൊദോം ഗൊമോറയിലേക്ക് ദൂതന്മാരെ അയക്കുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവം തന്നെ തന്റെ ദൂതന്മാരുമായി അവിടേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ സന്നിധിയിലെത്തിയ നിലവിളി അങ്ങനെ തന്നെയോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ദൂതന്മാർ സ്വർഗത്തിൽ റിപ്പോർട്ട് കൊടുത്തു, സൊദോം ഗൊമോറയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ദൈവം ഇറങ്ങി. അപ്പനെ ദൈവം പറഞ്ഞു, അബ്രഹാമിനോട് പറയാതെ എങ്ങനെയാ കാര്യം ചെയ്യുന്നത് ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ പലർക്കും തേച്ചെന്ന് വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലെ രാജ്യങ്ങളുടെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയും ഒരു കൗൺസിലുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ദൂതന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് അവര് അത് വായിച്ച് മനസ്സിലാക്കി അടുത്ത ഒരു സുപ്പീരിയർ കൗൺസിലുണ്ട്. അതിന്റെ മെയിനാണ് അബ്രഹാം പിതാവ് ജീസസ്. നോക്കിക്കേ, ഞാൻ പറഞ്ഞത് അത്ര ഒരു ഉന്നത പദവിയിൽ സ്വർഗത്തിൽ അബ്രഹാം പിതാവിനെ ഇരുത്തിയെങ്കിൽ, ഓഹോ ജീസസ്, ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ ജീസസ്. പ്രിയമുള്ളവരെ, കർത്താവിനെ ഒന്ന് സ്നേഹിക്കുവാൻ, ആ നാമത്തെ ഒന്ന് അറിയുവാൻ
ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസം ഉത്സാഹിക്കാൻ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുക കർത്താവ്. ജീസസ്. നമ്മൾ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്നെങ്കിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. ജീസസ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ടെൻഷൻ പിടിച്ച് എപ്രാളം പിടിച്ച് നമ്മുടെ സമാധാനത്തെ കെടുത്താതെ സ്വസ്ഥതയോടും സമാധാനത്തോടും ഹല്ലേലൂയ സന്തോഷമായി അല്ലേ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ആ 2 കൊരിന്ത്യർ ഒടുവില് ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. ഞാൻ കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ഇത് വായിച്ചാൽ നമുക്ക് തന്നെ ഹല്ലേലൂയ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിലാണ്. അത്ര അത് പീഡനമേറ്റ ആളാണ് ജീസസ്. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി. പോരാ, ക്രിസ്തുയേശു തന്റെ സഭയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തിലേറ്റ ആ പീഡനത്തിന്റെ ബാക്കി ഞാൻ ഏൽക്കാന്ന് അപ്പോസ്തലൻ പറഞ്ഞു. ആർക്ക് അത് പറയാൻ പറ്റും? അങ്ങനെ നോക്കിയാൽ നമ്മുടെ ജീവിതയാത്രയിൽ വരുന്നതൊക്കെ ഹല്ലേലൂയ വലിയ കാര്യങ്ങളാണ്. ജീസസ്, ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പലപ്പോഴും നമ്മെ ആ സ്നേഹത്തിൽ നകറ്റാൻ ജീസസ് പോരാടുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. പോരാടുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ച് സ്ത്രീ പിശാച് ഈ നാളുകൾ ശക്തമായി പോരാടുന്ന സമയമാണ്. ഇസ്രായേൽ രാജ്യത്തോട് എങ്ങനെ അത് പോരാടി നിന്നോ അതുപോലെ പോരാടുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. ആ പിശാചാണ് ഇന്ന് യൗവനക്കാരെയും അല്ലാത്തവരെയൊക്കെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയിലും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുവാൻ ഏറ്റവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിശാചാണ് ജീസസ്. ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീസസ് ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് അടുത്ത് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, കടന്നു വരുന്ന പ്രശ്നങ്ങൾ നന്മയ്ക്കായി തന്നെ തിരിഞ്ഞു വരും. ചിലപ്പോൾ നമ്മളെ ലക്ഷ്യത്തിൽ നമ്മളെ തെറ്റിച്ചു കളയും. നമ്മൾ എത്തേണ്ട ഇടത്തിൽ നമ്മളെ റൂട്ട് മാറ്റിക്കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. വിവിധ നിലകളിൽ നമ്മളെ ഞെരുക്കി ബുദ്ധിമുട്ടിച്ചു കളയും. പക്ഷേ മറക്കണ്ട, ഇതെല്ലാം തിരിഞ്ഞ് നന്മയ്ക്കായി വരും. ഹല്ലേലൂയ. അന്നേരെ നമുക്ക് തോന്നത്തുള്ളൂ, അയ്യോ അങ്ങനെ പോയതുകൊണ്ടാ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത്. ഞങ്ങൾ പലപ്പോഴും അത് പറയാറുണ്ട്. കടന്നുപോയ അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ദൈവമാക്കിയിരിക്കുന്ന അനുഭവത്തിലും ഇന്നും കുറവൊന്നുമില്ല. പോരാട്ടങ്ങൾക്കും അനുഭവങ്ങൾക്കും കുറവൊന്നുമില്ല. പക്ഷേ അതിനകത്തൂടെ കർത്താവ് നടത്തുന്ന ആ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ ജീസസ്, ഹല്ലേലൂയ, ഇതെല്ലാം നന്മയ്ക്കാക്കി തീർത്തിട്ട് നിത്യതയിലെത്തുന്ന ഒരു ദിവസമുണ്ട്. ജീസസ്, ഹല്ലേലൂയ. എന്നാൽ അതിനു മുൻപായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരനുഭവം പ്രാപിച്ച് കടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ, ഏത് വിഷയങ്ങൾ നിങ്ങളെ ഞെരുക്കുന്നു, ഭാരപ്പെടുത്തുന്നു, വേദനിപ്പിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, മറക്കണ്ട, തിരിഞ്ഞ് ഇത് നന്മയ്ക്കായി വരും. നിലവിളിക്കാൻ കഴിയുക, യേശുവിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ കഴിയുമോ? തന്റെ ഇഷ്ടം ചെയ്യുവാൻ
തന്റെ ഹിതം ആരാഞ്ഞറിയുവാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ഹിതം, അതേ യേശു കർത്താവേ, അങ്ങയുടെ ഹിതം എന്താണ് അതൊന്ന് തിരിച്ചറിയുവാൻ നമ്മളെ ഏൽപ്പിക്കുന്നു. ഹാലേലൂയ. മല്ലു പിടിക്കണം കേട്ടോ. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഉത്തരം കിട്ടത്തില്ല. നമ്മൾ ചോദിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാവം, ആ ചിന്തകൾ, ഹല്ലേലൂയ, ഇതെല്ലാം 0 ആകുമ്പോൾ മറുപടി വരും. നമുക്ക് പല ഭാവങ്ങളുണ്ട്. ഉന്നത ഭാവമുണ്ട്, നിഗളമുണ്ട്, അഹങ്കാരമുണ്ട്, അല്ലെ അനുസരണക്കേടുണ്ട്, അല്ലെ ഇതെല്ലാം 0 ആകുമ്പോൾ യേശു നമ്മുടെ അടുത്ത് വരും. ജീസസ്. ഫിലിപ്പിയിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ നിർത്തി. ഹല്ലേലൂയ. സ്തോത്രം. 2:5 ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അടുത്ത നമുക്ക് വായിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കുന്നു. അപ്പൊ യേശു ആരായിരുന്നു? ദൈവരൂപത്തിലായിരുന്നു, ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം നമ്മളെ പോലെ ആയി, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ അങ്ങോട്ട് താഴ്ത്തി കൊടുത്തു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും ക്രൂശിലെ മരണത്തോടും തന്നെ. കണ്ടോ എത്രത്തോളം താഴ്ത്തി നോക്കിക്കേ. സ്വർഗത്തിലെ ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. പിന്നെ പോരാഞ്ഞിട്ട് ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. ജീസസ്. ഹല്ലേലൂയ. ഇതാ ആദ്യം പറഞ്ഞ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇത് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ഹിതത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കും. പിതാവിന്റെ ഹിതമായിരുന്നു യേശു തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയിട്ട് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊടുത്ത് ക്രൂശിൽ മരിച്ചിട്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷ വെളിപ്പെട്ടു വരണമെന്നുള്ളത് പിതാവിന്റെ പദ്ധതിയായിരുന്നു, പിതാവിന്റെ ഹിതമായിരുന്നു. ആ പിതാവിന്റെ ഹിതം നിറവേറപ്പെടുവാൻ യേശു തന്നെത്താൻ ഏൽപ്പിച്ചപ്പോൾ അടുത്തപടി പറയുന്ന യേശുവിനെ ഉയർത്തി സകല നാമത്തിനു മേലായ നാമം കൊടുത്തു. ഇതുപോലെ തന്നെ അറിയാമുള്ളവരെ നാം യേശുവിന്റെ ഹിതത്തിനായി നമ്മളെ ഏൽപ്പിച്ച് ഹല്ലേലൂയ യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നാത്ത നിലയിലേക്ക് കൈപിടിച്ചു നടത്തി ജീസസ്. മാത്രമല്ല യേശു പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും. ഓ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എത്തി നിൽക്കുന്ന ഈ കാലം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന യേശു കർത്താവ് ചേർന്ന് നടക്കുവാൻ, നമ്മുടെ പാവങ്ങളെല്ലാം ഒന്ന് കുറിച്ചിടുവാൻ, യേശുവിന്റെ ഹിതം നമ്മിൽ വെളിപ്പെട്ടു വരുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതാ നമ്മള് ഇബ്രാഹിം വായിച്ച ഹല്ലേലൂയ സ്തോത്രം. അത് ആരെയും നോക്കി കൂടെ പറയും, നോക്കി ഒരിക്കൽ പ്രകാശനം ലഭിച്ച് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും
ആസ്വദിക്കുകയും ചെയ്തവർ. കണ്ടോ? അപ്പൊ വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയുടെ പവേഴ്സ് ഓഫ് ദി ഏജ് അത് വെളിപ്പെടാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഇതായിരുന്നു പെന്തക്കോസ്ത് നാളിലെ അനുഭവം. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആ പെന്തക്കോസ്ത് നാളിനേക്കാൾ അതിശക്തമേറിയ നിലയിൽ ദൈവത്തിന് 7 ആത്മാക്കൾ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിന്റെ 7 ഭാവങ്ങൾ വെളിപ്പെട്ടു വരും. അതാണ് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 7 ഭാവങ്ങൾ. അല്ലെങ്കിൽ ദൈവസന്നിധിയെ പറഞ്ഞാൽ 7 നിലവിളക്കുകൾ, കത്തിക്കൊണ്ട് നിൽക്കുന്ന 7 നിലവിളക്കുകൾ, ദൈവത്തിന്റെ 7 ആത്മാക്കൾ. ഹല്ലേലൂയ. അപ്പോ ഇതിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ വെളിപ്പെടാൻ പോകുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നിലയിൽ കാര്യങ്ങൾ വെളിപ്പെടും. അപ്പൊ അതിലേക്കൊന്ന് എത്താൻ വേണ്ടി കൊടുത്ത വില, അനുഭവിച്ച കഷ്ടങ്ങൾ, വേദനകൾ, ഞെരുക്കങ്ങൾ, ആർത്തിയുള്ളവരെ എത്തത്തുള്ളൂ. ആർത്തിയോടെ നിൽക്കുന്നവരെ, ആർത്തിയോടെ മല്ല് പിടിക്കുന്നവരെ അത് പ്രാപിക്കത്തുള്ളൂ. അതാ പറയുന്നത്. അത് പ്രാപിക്കാൻ വേണ്ടി ആർത്തിയോടെ നിൽക്കുന്നവർക്ക് എന്തായാലും സകലതും നന്മയ്ക്കായി. അന്നിതെല്ലാം ഇപ്പൊ പോകുന്ന അനുഭവങ്ങളെല്ലാം അങ്ങോട്ട് നന്മയ്ക്കായി മാറിയിട്ട്, ഹല്ലേലൂയ, നന്മയ്ക്കായി മാറിയിട്ട്, അയ്യോ ഇത് പണ്ട് നിന്ന ആളാണോ ഇതെന്ന് ചോദിക്കുമാറ് ശക്തമേറിയ ദൈവപ്രവൃത്തി നന്മയ്ക്കായി അനേകരെ നടത്തും, അനേകർക്ക് ഉപകാരം വരുന്ന, അനേകർക്ക് വിടുതൽ വരുന്ന, അനേകർക്ക് സൗഖ്യം വരുന്ന അഞ്ജല പ്രവാചക റൈഡല ഘടകര ഘടകാരികല അതുരേറിവരെ ഹന്തൽ പ്രവരകസി അക്ഷര പ്രവരക റൈഡേ റിവരെ അതിലകടാധികല അച്ചുട വടകല കട്ടുമ രക്ഷമരകമല അമ്മക്ഷമരകടക്കമരേതകനാജകന അന്തൽ കടകര അജട കടകല കടകര ഹസ്താരിവര അന്തൽ പ്രവരെ. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ അന്ന് വെളിപ്പെട്ടു വരും. ദൈവാത്മാ പറയാ, ഇന്ന് വരെ എന്നെ കാണിച്ചാൽ ഞാൻ പറയുന്നത്, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകളും അതിന്റെ ആഴങ്ങളും ആ നാളുകളിൽ വെളിപ്പെട്ടു വരും. ഓ ഷടകര ഘടകര ഹസ്തല ഘടകര അൽക്കര പ്രവരക റംസേറവരേ ഹസ്തന മധുരേ ബൗഡി മടകര ഘടകര ഹത്തിന മധുര മറുഖവരാജക അഞ്ചൽ കടകര ഘടകര ഘടക അടകര ഘടക അടകാലിവര ഓരോരോ സ്ഥലങ്ങളിൽ ഇന്ന് മറഞ്ഞിട്ടിരുന്നുകൊണ്ട്, ഒളിച്ചിരുന്നുകൊണ്ട് ജനത്തെ കഷ്ടത്തിലാക്കുന്ന, ജനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ ദൈവശക്തി ഇറങ്ങിയിട്ട് ഒളിഞ്ഞിരുന്ന ഗുഹ പോലെയുള്ള അല്ലെ ആ കൂടങ്ങോട്ട് പൊളിഞ്ഞിട്ട് ഇത് നിർവീര്യമായി പോകുന്ന ആത്മാവിന്റെ അതിശക്തമേറിയ പ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. മധുരഘടകവനസ്തര മധുരി അർക്കേരികലേ അഞ്ചല ഘടക അസ്തര ഘടക അരികതല ഘടക നാശ രഗതന അനന അനഗന ഹനഗന ഘടക അരഗതന അസ്തല പ്രവരക റംശേ റിവരെ അന്തൽ പ്രവാരികി അത്തിരി ഹജിരേ അജര ജരാജര ജാരക രാജക ഹസ്ത പ്രവരകശ്രീ അർക്കപ്രവരക നൈഡീറവല ഘടുക്കേ രാജ. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പ്രവചന ശബ്ദം ഹല്ലേലൂയ വെളിപ്പെടുന്ന നാളുകളായിരിക്കും മുമ്പിലുള്ളത്. അരകന ഘടക റിവരാരകര രഗതരഗാന സൈനേ അനഗന ഘടകന ഹൈനേ നഗതനെ ഹത്തുനെ അനത ക്ഷൈഡപ്രവരക റംശപ്രവരകശ്രീ അർത്ഥപ്രവരകശ്രീ വൈഡേ റിവരെ അന്തൽപ്രവര. നമുക്കറിയാം പാകിസ്ഥാന്റെയും ചൈനയുടെയും ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാർ നല്ല സർവ്വ സന്നാഹത്തോടെയാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ സന്നാഹത്തോടെയാണ് നിൽക്കുന്നത്. അതുപോലെ
സർവായുധവർഗം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്ന ആ ലെവൽ അങ്ങോട്ട് മാറിയിട്ട് അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഉപകരണങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തോക്കുകൾ, ഗ്രനേഡുകൾ, പീരങ്കികളൊക്കെ ആയി നിൽക്കുന്നത് പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ സർവായുധവർഗത്തിന്റെ വെളിപ്പെടലുമായി സൈന്യമായി എഴുന്നേൽക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. സൈന്യമായി ആ സൈന്യത്തിനകത്താകുവാൻ എത്ര പേർക്ക് ആർത്തിയുണ്ട്, എത്ര പേർക്ക് ആർത്തിയുണ്ട്. ബൗരേരവരെ ഹന്തലമധുരേ മൗരേരവരെ അടകരകടകര ഹത്തുലമധുര മറുക്കാരാഹ റഗത ക്ഷൈടപ്രവര റംശേരവരെ. ഡാമിന്റെ ഷട്ടർ തുറന്നാൽ എത്ര ശക്തമേറിയ പ്രവാഹമായിരിക്കും, വെള്ളത്തിന്റെ പ്രവാഹം. ജീസസ് രണ്ട് ലെവലിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡാമിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങൾ അതത്ര ശക്തിയുള്ളതല്ല. പക്ഷേ അവിടുത്തെ ഷട്ടർ തകർന്നു പോകുന്ന പോലെയുള്ള ആ ഒഴുക്ക് ജീസസ് രണ്ട് തലത്തിലുണ്ട്. ജീസസ് അക്ഷരിക തലത്തിൽ, ആത്മീയ തലത്തിൽ അതിശക്തമായ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയാത്ത തലത്തിൽ അത് ദേശം മുഴുവൻ വ്യാപരിക്കും. ആരതിനകത്ത് കയറുന്നോ അവർ രക്ഷപ്പെടും. ജീസസ്. ഓടിപ്പോകുന്നവർ തകർന്നു പോകും. അറകാറകര ഹടകാരാജ അക്ഷരക്കറക ഹർത്തേരി വരെ. ഓ ജാന ഹനഹ അസിയ റകദന അസിയ റഗന ഹൽക്കേ നഗനെ അനിയ റഗല ഹടുക്കേ രാജേ ഹന്തൻ പ്രവരെ ഔഡേ റവനെ ഹത്തു വരക്ഷവ രേതക രാജക അഞ്ചപ്രവനം റൈഡപ്രവനം. നന്ദി പരിശുദ്ധാത്മാവേ. ഓ ജീസസ്, ജീസസ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ മേഘസ്ഫോടനം എന്ന് പറയുമല്ലോ. അതിന് കട്ടികൂടിയ മേഘങ്ങൾ ഒരിടത്ത് കൂടിയിട്ട് അതിഭയങ്കരമായ നിലയിൽ കാറ്റും വീശി മഴയും പെയ്തങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ദേശം തകർന്നു പോകും. ഇതുപോലെ ആത്മാവിന്റെ മേഘസ്ഫോടനം, ആത്മാവിലുള്ള മേഘസ്ഫോടനം. ഓ ഹല്ലേലൂയ. വെളിപ്പെടുന്ന ദേശങ്ങളുടെ വ്യാപരിച്ചു കിടക്കുന്ന മേഖലകളെ തകർത്തുകൊണ്ട് ശക്തമേറിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ആത്മാവിലുള്ള മേഘസ്ഫോടനങ്ങൾ വെളിപ്പെടുന്ന ദൈവാത്മാവ് ഇടപെടുകയാണ്. അറകരഘടക അറകതലഘടക അർത്ഥനക്ഷന സനാദിയ നഗന്ധരാദി അത്യുക്ഷനെ നൈഷേ റവനെ അതുകവറക്കുവറക്കവലേദിക രാധിക നന്ദൽ ഘടകം ഉടവനവക്ഷം വേദപ്രമനം ശൈലേറമനം. യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus. ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ഈസിയായി എന്ന് വെളിപ്പെട്ടിരിക്കും. വിടുതലുകൾ സംഭവിച്ചിരിക്കും. കാര്യങ്ങൾ എടുത്തു പറഞ്ഞ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ജീസസ്. ഓ താങ്ക് യു ജീസസ്. റാബാല ഹസി മറഖമ റബൽ ഖമാ ഷമാ റബൽ ഖനാ ഹസി അസ്തകനാസി അന്തനാദി യാലഗദനാദി. ജീസസ്. ജീസസ്. ഈ പാമ്പിന്റെ ശക്തിയെ, ഈ ദൈവശക്തി അതിശക്തമായി ചുറ്റിപ്പിടിച്ച് ഹല്ലേലൂയ തകർത്തു കളയുന്ന ദൈവപ്രവൃത്തി മുൻപിലുണ്ട്. ഹടകാറവര ഹടകാറവര
അക്ഷരപ്രവരാറയുടേതവരെ ഷൈഡേറവരെ ഹന്തൻ പ്രവര അറകാറകര ഹടകര ഹസ്താർ ഈ ബൽക്കവ ഓരേത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഈ വലിയ ക്രെയിൻ, വലിയ 25 അല്ലെ 30 അല്ലെ 50 100 നിലയൊക്കെയുള്ള വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ വലിയ ഉയരത്തിൽ ക്രെയിൻ നിർത്തിയിരിക്കുന്ന കാണാം. എന്നിട്ട് അതിൻ്റെ ഒരു കൈ ഇങ്ങനെ നീണ്ടു നിൽക്കും. അതിൽ കൂടെ ആണെന്ന് വരുന്ന മെറ്റീരിയൽസ് താഴേന്ന് കൊടുത്ത് മുകളിൽ കൊണ്ട് ഇപ്പുറത്ത് കെട്ടിടത്തിൽ കൊടുക്കുന്നു. ഇങ്ങനെ നീണ്ടു നിൽക്കുന്നൊരു കൈ, ആ കൈയിൽ നിന്ന് ജീസസ് കറുത്ത പുക പോലെ എന്തോ വമിച്ചുകൊണ്ടിരിക്കുക. കറുത്ത പുക പോലെ അത് നിൽക്കുന്ന ദേശത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക ജീസസ്. അപ്പൊ ഒരു വശത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തവേറിയ പ്രവൃത്തി നടക്കുമ്പോൾ, മറുവശത്ത് പൈശാചിക മണ്ഡലവും അവരുടെ പ്രവൃത്തികൾ ശക്തിയോടെ ചെയ്യും. തിരിച്ചറിയുന്ന ജനം ആത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് കടന്നു വന്നാൽ അവർ രക്ഷപ്പെടും. ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. മറക്കണ്ട, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. എപ്പോ? യേശുമായി ഒന്നിച്ച് യാത്ര ചെയ്യും. ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ, മല്ല് പിടിച്ച് തന്റെ ഇഷ്ടം തിരിച്ചറിയുമ്പോൾ ഇതൊക്കെ യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ജീസസ്. അപ്പോഴാണ് അപ്പുറത്ത് തന്നെ പറഞ്ഞേ, ദൈവ നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജീസസ്. പ്രത്യാശ വർദ്ധിക്കട്ടെ. വരാൻ പോകുന്ന നാളുകളെ കുറിച്ചുള്ള ആലോചനകൾ ഏറ്റെടുത്ത് ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ആത്മതലങ്ങൾ കയറട്ടെ. ഓ താങ്ക് യു ജീസസ്. അതിനായി അവരവരെ ഏൽപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല പകൽക്കാലത്തിനായി ഞങ്ങളെ സ്തുതിക്കും. കർത്താവിനെ ആരാധിപ്പാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആലോചനകൾ പ്രാപിക്കും, തിരുവചനം കേൾക്കുവാൻ ഞങ്ങളോട് കൃപ തോന്നിയില്ല. നന്ദിയോടെ സ്തുതിക്കും. സ്തുതിക്കുന്ന കർത്താവേ, കേട്ട വചനങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരും. യേശുവേ, ഇപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നുള്ള വിശ്വാസത്തിലും ഉറപ്പിലും നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കും. വലിയ ദൈവപ്രവൃത്തി ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. ഓ ജീസസ്. ഭവനങ്ങളിൽ അത് വിഷയങ്ങളുടെ മേലുള്ള വിടുതലുകൾ വെളിപ്പെടണം. ഓ ഞെരുങ്ങുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, ശാരീരികമായ ക്ഷീണത്തിലായിരിക്കുന്നവരുണ്ട്, രോഗികളായിരിക്കുന്നവരുണ്ട്, കടഭാരമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഓരോരുത്തരുടെ കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഓ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചെന്ന് ഈ തീരുന്ന ഈ സമയത്ത് ദൈവാത്മാവിനെ കാണിച്ചൊരു കാഴ്ച. വലിയൊരു പക്ഷി, ആ ഏരിയ അത് തലമുറിഞ്ഞു, പക്ഷെ എന്നാലും അത് പറന്നു പോവുകയാണ്. ആരും ഏതോ ഭവനത്തോട് പോരാടി നിന്നത് ആത്മാവിൽ വെട്ടേറ്റ്, അത് വെട്ടേറ്റ് പറന്നു പോവുകയാണ്. ജീസസ്. അതിന്റെ വിടുതൽ നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ മുതൽ ആരംഭിച്ചിരിക്കുക. ജീസസ്. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച്
നിങ്ങളെ കാത്തുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.